നിയമസഭയിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ ഇതാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജനങ്ങളുമായി നിയമസഭയ്ക്ക് സംവദിക്കാം, അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾക്ക്, മന്ത്രിമാർക്ക്, ജനപ്രതിനിധികൾക്ക് നിയമസഭ എന്നത് ഒരു അകലെയല്ല, അടുത്തുള്ള നമ്മുടെ തന്നെ ഒരു ഭരണ നിർമ്മാണ സഭയാണ്. അത് ജനകീയമാക്കുക എന്നുള്ള ഒരു പുതിയ ദൗത്യം കൂടി ഈ UDF സർക്കാർ ഏറ്റെടുക്കുകയാണ് എന്നാണ് സ്പീക്കർ പറയുന്നത്. ജനങ്ങൾക്കും ചോദ്യങ്ങൾ ചോദിക്കാം, പൊതുജനങ്ങൾക്കും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള രീതി നടപ്പാക്കും. ഇതിനായി വിദഗ്ധരുമായി ആലോചിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും സ്പീക്കർ അറിയിച്ചു. തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെ. പൊതുജനങ്ങൾക്ക് അവരുടെ വിഷയങ്ങൾ, അവരുടെ നാട്ടിലെ വിഷയങ്ങൾ, അവരുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ നിയമസഭയിൽ ചോദിക്കാനും അത് ഏത് രീതിയിൽ ചോദിക്കണം എന്നുള്ളത് പിന്നീട് നമുക്ക് അറിയാമായിരിക്കും. എന്നാലും കാര്യമായി തന്നെ ചോദിച്ച കാര്യങ്ങൾ അവതരിപ്പിച്ച മന്ത്രിമാർ അതിന് മറുപടി പറയുന്നു. സ്പീക്കറുടെ സാന്നിധ്യത്തിൽ തന്നെ അതിന് പരിഹാരമുണ്ടാക്കുന്ന ആ ഒരു വളരെ ജനകീയമായ സുതാര്യമായ നടപടി എന്നുള്ളതാണ് ഇപ്പോൾ സ്പീക്കർ വിശദീകരിക്കുന്നത്. പ്രസ് ക്ലബ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസത്തിൽ സൗണ്ട് പാർക്ക് അക്കാഡമിയുടെ സഹകരണത്തോടെ ആരംഭിച്ച വോയിസ് ആക്ടിംഗ് കോംപ്ലക്സിന്റെയും അതിൻ്റെ കോഴ്സിൻ്റെയും ഉദ്ഘാടനം നിർവഹിക്കവെയാണ് സ്പീക്കർ ഇത്തരത്തിൽ ഒരു കാര്യം പറഞ്ഞത്. അതായത് ജനപ്രതിനിധി സഭകളിലേക്കുള്ള മാതൃകയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് മാത്രമല്ല, അവർക്ക് വോട്ട് ചെയ്ത ജനങ്ങൾക്കും നിയമസഭയിൽ ഇടപെടാനുള്ള അവസരം ഒരുക്കും എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത്. അതായത് വിദേശ രാജ്യങ്ങളിലെ ചില ജനപ്രതിനിധി സഭകളിലേക്കുള്ള മാതൃകയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് മാത്രമല്ല, അവർക്ക് വോട്ട് ചെയ്ത ജനങ്ങൾക്കും നിയമസഭയിൽ ഇടപെടാനുള്ള അവസരം ഒരുക്കുകയാണ് ലക്ഷ്യം എന്ന കാര്യവും സ്പീക്കർ വ്യക്തമാക്കി. നിയമസഭയെ കൂടുതൽ ജനകീയമാക്കുന്നതിന് ഒട്ടേറെ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത്. 138 വർഷത്തെ പാരമ്പര്യമുള്ള കേരള നിയമസഭയിലെ പുസ്തകങ്ങൾ വരും തലമുറയ്ക്കായി ഓഡിയോ ബുക്കുകളാക്കി മാറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും നടക്കും എന്ന് സ്പീക്കർ അറിയിച്ചു. തീർച്ചയായിട്ടും ജനകീയമാക്കുക, നിയമസഭയെ ജനകീയമാക്കുക, പൊതുജനങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമൊരുക്കുക, പൊതുജനങ്ങൾക്ക് ജനപ്രതിനിധികളുമായി നേരിട്ട് സംവദിക്കാനും ഉള്ള അവസരമൊരുക്കുക, അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനുള്ള അവസരമൊരുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഈ നിയമസഭാ സമ്മേളനങ്ങളിലൊക്കെ തന്നെ ഭാവിയിൽ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിലൊക്കെ നടക്കാൻ പോകുന്നത്. അതിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിശദീകരിച്ചത്. അത്തരത്തിൽ ഒരു ജനകീയമായ ഒരു കൂട്ടായ്മ, ജനങ്ങളുടെ വികസനത്തിന്, നാടിൻ്റെ വികസനത്തിന് അത്തരത്തിലുള്ള ജനകീയമായ കൂട്ടായ്മകൾ അത്യാവശ്യം തന്നെയാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികളും അധികാരത്തിൽ, അതായത് ജനങ്ങളെ സേവിക്കാനുള്ള അധികാരത്തിൽ ഇരിക്കുന്ന മന്ത്രിമാരടക്കം ഉള്ള ആ ഒരു സംവിധാനവുമായുള്ള ആ ഒരു ചേർച്ച, ഒരു കൂട്ടായ്മ, ഒരു പരിശ്രമം, ഒരു രസതന്ത്രം, ഒരു കെമിസ്ട്രി അതിൽ വർക്കൗട്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയ വിജയം തന്നെയായിരിക്കും എന്നതിൽ തർക്കമില്ല. അപ്പോൾ ജനങ്ങൾക്ക് നിയമസഭ എന്നത് അന്യമല്ല, അപ്രാപ്യമല്ല. ചോദ്യങ്ങൾ ചോദിക്കാം, കാര്യങ്ങൾ മനസ്സിലാക്കാം, അതിലേക്ക് കടന്നു വരട്ടെ. അതിന് തീർച്ചയായിട്ടും അത് വളരെ പോസിറ്റീവായ, വളരെ കൃത്യമായ ഒരു കാര്യം തന്നെയാണ്. അത് നടപ്പിലാവട്ടെ എന്ന് തന്നെ നമുക്ക് പറയും.